അമേരിക്കയിലെ കെൻറ്റക്കി ഒരു ചെറിയ പട്ടണമായ ഓക്സ്ഫോർഡിൽ കർഷക കുടുംബത്തിലെ ഗ്രഹനാഥ മിസിസ് ക്രൗച്ച് നല്ല തെളിഞ്ഞ ആകാശത്തിലേക്ക് അവരുടെ ദിനചര്യകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെ വഴുവഴുത്ത എന്തോ അജ്ഞാത വസ്തു എവിടെ നിന്നോ അവരുടെ മുതുക് വന്ന് പതിച്ചു. ചെറുതായി ഒന്ന് വേദനയെടുത്തതിനാൽ തൻ്റെ കൈകൊണ്ട് ആ ഭാഗം തടവി അവർക്ക് ഒരു നനവ് അനുഭവപ്പെടുകയും സംശയം തോന്നിയതിനാൽ അവർ ആ കൈ പരിശോധിക്കുകയും ചെയ്തു. കറുത്ത രക്തമായിരുന്നു കയ്യിൽ പടർന്നിരുന്നത്. പരിഭ്രമിച്ച അവർ ഉടനെ തൻ്റെ ഭർത്താവിനെ വിവരമറിയിച്ചു. ഓടിവന്ന അദ്ദേഹം തൻ്റെ ഭാര്യയുടെ ദേഹത്തിൽ പതിച്ച വസ്തു എന്താണെന്നറിയാൻ ചുറ്റും പരതി നോക്കി. പുല്ലുകളുടെ ഇടയിൽ നിന്നും അദ്ദേഹം പുറത്തെടുത്ത ആ വസ്തു കണ്ട് രണ്ടുപേരും ഭയന്നുപോയി. രക്തമിറ്റുന്ന മാംസ കഷ്ണമായിരുന്നു. കെൻറ്റക്കി മാംസമഴ, കെൻറ്റക്കി മീറ്റ് ഷവർ എന്ന് ചരിത്രത്തിൽ പിൽക്കാലത്ത് രേഖപ്പെടുത്തിയ ചുരുളഴിയാത്ത പ്രതിഭാസത്തിന്റെ തുടക്കമായിരുന്നു അത്. ഇന്നും യഥാർത്ഥ കാരണം വ്യക്തമാവാത്ത ആ സംഭവത്തിന്റെ രസകരമായ താഴ്വഴികളിലേക്ക് നമുക്ക് ഒന്ന് ഇരിക്കാം. ആദ്യത്തെ നെട്ടലിൽ നിന്നും മാറി ആരെങ്കിലും ഒപ്പിച്ച കുസൃതിയാണെന്ന് വിചാരിച്ച് സമാധാനിക്കുന്നതിനിടയ്ക്ക് തുരുതുരെ മാംസകഷ്ണങ്ങൾ ആകാശത്തിൽ വീഴാൻ തുടങ്ങി. ഭയപ്പെട്ടു പോയവർ വീടിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറുകയും വാതിൽ പൊട്ടിയടക്കുകയും ചെയ്തു. ജനാലിലൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ പരിഭ്രമിച്ചുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും തങ്ങളുടെ അയൽവാസികളും നാട്ടുകാരും ആ മാംസമഴയിലൂടെ പരക്കം പായുന്നതാണ് അവർ കണ്ടത്. 10 മിനിറ്റോളം തുടർച്ചയായി ആ പ്രതിഭാസം അവർക്ക് ചുറ്റും രക്തം പങ്കിലമായി കൊണ്ടേയിരുന്നു. അന്ന് കലണ്ടറിൽ വർഷം രേഖപ്പെടുത്തിയത് 1876 മാർച്ച് 3 എന്നായിരുന്നു. അങ്ങനെ അവസാനത്തെ മാംസവും പെയ്തു കഴിഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ച് നാട്ടുകാരെല്ലാം പുറത്തിറങ്ങി. അപ്പോൾ അവർ കണ്ട കാഴ്ച യുദ്ധം കഴിഞ്ഞ യുദ്ധഭൂമി പോലെ. ഒരു സ്റ്റേഡിയത്തിന്റെ നീളത്തിൽ വ്യത്യസ്ത മാംസകഷ്ണങ്ങൾ കറുത്ത രക്തത്തിൽ പൊതിഞ്ഞ് ചിതറിക്കിടക്കുന്നതാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അവർ പരസ്പരം ആക്ഷേപത്തോട് കുടുങ്ങി. ചിലർ ധൈര്യസമേതം ആ മാംസം പരിശോധിച്ചു. ചില മാംസകഷ്ണങ്ങൾക്ക് മനുഷ്യന്റെ കൈപ്പത്തിയുടെ അത്ര വലുപ്പം പോലും ഉണ്ടായിരുന്നു. പരിശോധിച്ചപ്പോൾ ഒരു കാര്യം അവർ ഉറപ്പിച്ചു: ഇത് യഥാർത്ഥ മാംസം തന്നെയാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഞെട്ടൽ മാറിയപ്പോൾ അവരെല്ലാവരും അധികൃതരെ വിവരമറിയിച്ചു. അപ്പോൾ തന്നെ അധികൃതർ എല്ലാം ഓടിയെത്തുകയും അവിടങ്ങളിൽ പരിശോധന നടത്തുകയും ആ വീണ മാംസകഷ്ണത്തിന്റെ വലിയ ശേഖരങ്ങൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. അതിനിടയിൽ ചില വിരുദ്ധന്മാർ ഇത് യഥാർത്ഥ മാംസമാണോ എന്നറിയാൻ വലിയ മാംസങ്ങൾ നോക്കി ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുപോയി പാകം ചെയ്ത് രുചിച്ചു നോക്കി. അവരുടെ അഭിപ്രായത്തിലും ഇത് യഥാർത്ഥ മാംസം തന്നെയാണ്. പക്ഷേ ഇതുവരെ അവർ ഇങ്ങനെയൊരു രുചി കഴിച്ചിട്ടില്ല എന്നും അവർ വെളിപ്പെടുത്തി. അധികൃതർ പരിശോധനയ്ക്ക് കൊണ്ടുപോയ മാംസത്തിന്റെ ഫലം അതുതന്നെയാണ് രേഖപ്പെടുത്തിയത്. മാംസം തന്നെയാണ് കെൻറ്റക്കിയുടെ തീരങ്ങളിൽ പെയ്തിറങ്ങിയത്. എന്നാൽ ഏത് മൃഗത്തിനെയാണ് അവർക്കും കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോഴേക്കും നാട്ടുകാർക്കിടയിൽ ഇത് ദൈവിക അനുഗ്രഹമാണെന്നും അതല്ല ശാപമാണെന്നും എന്നീ തരത്തിലുള്ള കിംവദന്തികൾ പ്രചരിക്കാൻ തുടങ്ങി. എന്നാൽ അന്നത്തെ ചില ശാസ്ത്രീയവാദികൾ കുറച്ചുകൂടി കടന്നു പറഞ്ഞു, ഇത് ചിലപ്പോൾ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്ന ആരുടെയെങ്കിലും കയ്യബദ്ധമായിരിക്കാം എന്നാണ്. ആളുകളുടെയും പത്രക്കാരുടെയും പ്രവാഹമായിരുന്നു. പിന്നീട് നിരന്തരമായി വാർത്തകളും അതിൽ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന പ്രചരണങ്ങളും അധികൃതരെ ഈ പ്രതിഭാസത്തിന്റെ യഥാർത്ഥ കാരണം വിശദീകരിക്കാനും വെളിപ്പെടുത്താനും നിർബന്ധിതരാക്കി. അങ്ങനെ അവരുടെ നിഗമനങ്ങൾ അവർ പത്രക്കുറിപ്പിലൂടെ നാട്ടുകാരെ അറിയിച്ചു. കുരങ്ങിൻ്റെയോ കാളയുടെയോ മാംസത്തിന് സമാനമാണ് ഈ മാംസം. ചില സമയങ്ങളിൽ മാംസം കഴിക്കുന്ന കഴുകൻ പോലുള്ള ജീവികൾ കൂട്ടത്തോടെ പറന്നു പോകുമ്പോൾ, അപായ സൂചനകളും ആക്രമണങ്ങളും നേരിടുമ്പോൾ വേഗത്തിൽ പറക്കാൻ വേണ്ടി കഴിച്ച മാംസം ദഹിക്കാത്തവ ഛർദ്ദിച്ച് കളയാറുണ്ട്. അതിനാൽ ഈ പ്രതിഭാസത്തെ ആരും ഭയക്കേണ്ട എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ഇതൊരു സാധാരണ സംഭവമായി കണ്ടാൽ മതി എന്നായിരുന്നു അവരുടെ പക്ഷം. എന്നാൽ രസകരമായ സംഭവം, ജനങ്ങളെ സമാധാനിപ്പിക്കാൻ ശാസ്ത്രജ്ഞർ നൽകിയ ഈ വിശദീകരണത്തിന് അവരുടെ കയ്യിൽ തെളിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും
മറ്റു പോംവഴികൾ ഒന്നുമില്ലാത്തതിനാൽ ജനങ്ങളെ സമാധാനിപ്പിക്കാനും വേണ്ടി അവർ അവരുടെ നിഗമനം പരസ്യപ്പെടുത്തുകയായിരുന്നു. അതിൻ്റെ അർത്ഥം കെൻഡക്കിയുടെ മുകളിൽ അന്ന് അഗാധമായി പതിച്ച മാംസത്തിൻ്റെ ഉറവിടം ഇന്നും അജ്ഞാതമാണ് എന്ന് തന്നെയാണ്. അതിൻ്റെ ബാക്കിപത്രം എന്നോണം അന്ന് പെയ്ത മാംസത്തിൻ്റെ കഷ്ണങ്ങൾ ഇന്നും അവരുടെ കെൻഡക്കിയുടെ മ്യൂസിയത്തിൽ ഒരു സ്മാരകമായി നിലനിൽക്കുന്നു, ഒരു ദുരൂഹതയുടെ ചുരുളഴിയാത്ത പ്രതീകമായി.